പ്രൈസ് ദി ലോർഡ്. ആദത്തെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ നിന്ന് കർത്താവ് ഇറക്കി വിട്ടു. അത് ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ്. അപ്പം മനസ്സിൽ തോന്നിയ മറ്റൊരു ബോധ്യം, കായേൻ ആബേലിനെ വധിക്കുകയും ദൈവം കായനോട് ചോദിക്കുന്നു, നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ത്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ആ ദൈവം ഇപ്രകാരം ചോദിക്കുമ്പോൾ കായൻ പറയുന്നു, എല്ലാവരും എന്നെ രൂക്ഷമായി നോക്കുന്നു, എല്ലാവരും എന്നെ കൊല്ലുവാൻ നോക്കുന്നു, എനിക്ക് ഭയമാകുന്നു. ദൈവം പറയുന്നു, ആരും നിന്നെ ഒന്നും ചെയ്യില്ല. അവൻ്റെ നെറ്റിയിൽ ദൈവം ഒരു മുദ്ര പതിച്ചു. ഹല്ലേലൂയ. ഈ മുദ്ര നന്മ ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ, രക്ഷയിലേക്ക് തിരിച്ചു വരുവാൻ, ആ നിത്യജീവനിലേക്ക് തിരിച്ചു വരുവാൻ ദൈവം അടയാളം ചെയ്തതാണ് എന്നൊരു ബോധ്യം ലഭിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, കായൻ ഇത്രയും വലിയ കൊലപാതകം ചെയ്തു, തൻ്റെ സഹോദരനെ കൊന്നു. എന്തുകൊണ്ടാണ് അവൻ കൊന്നത്? അവൻ്റെ ഉള്ളിൽ ഈ ഉത്ഭവഭാവം കിടക്കുകയാണ്. ഉത്ഭവഭാവത്തിൻ്റെ തൊട്ടടുത്ത പ്രവൃത്തി എന്തായിരുന്നു? സഹോദരർ തമ്മിൽ കൊലപാതകം, അടുത്ത പാപം. അപ്പോൾ ഈ പാപത്തിൽ നിന്ന് അവന് മോചനം കിട്ടണമെങ്കിൽ പാപം ആരെങ്കിലും ഏറ്റെടുത്താലേ കിട്ടുകയുള്ളൂ, അവന് സ്വയം കിട്ടില്ല. അങ്ങനെയുള്ള ആ കൊലപാതകം ചെയ്ത അവനോട് കർത്താവ് കരുണയോടെ പെരുമാറുന്നത് കണ്ടോ? കരുണ അവിടെ കാണുന്നുണ്ടോ? അവനോട് അവൻ പറയാണ് എന്നെ അവർ കൊന്നുകളി, അവരെല്ലാവരും എന്നെ ഉപേക്ഷിക്കും. അപ്പോൾ കർത്താവ് പറയാണ്, നീ ധൈര്യമായിട്ട് പോയിക്കൊള്ളൂ, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ഞാനിതാ നിൻ്റെ മേലൊരു മുദ്ര കുത്തുന്നു. നന്മ ചെയ്ത ആളല്ല, തിന്മ ചെയ്ത ആളുണ്ട്. അപ്പോൾ അതെല്ലാം ഈ വരാനിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ വരാനിരിക്കുന്ന രക്ഷയുടെ ഒരു മുൻ ആസ്വാദനം പോലെയാണ്, ഒരു പ്രതീകങ്ങളാണ്, ഒരു ഛായയാണ്. അടുത്ത ആൾ വരാം.